നമ്മുടെ ഈ ചന്ദ്രനുണ്ടല്ലോ, ഈ മൂൺ എങ്ങനെയാണ് ഉണ്ടായത് എന്നതിനെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം? നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് വേർപെട്ടു പോയ ചില ഭാഗങ്ങൾ ചേർന്നിട്ടാണ് ചന്ദ്രൻ ഉണ്ടായെന്ന് കാണിക്കുന്ന ഒരു സ്റ്റഡി റീസെൻ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്തു. അതിനെപ്പറ്റി ഞാനൊന്ന് പറയാം. ഈ സ്റ്റഡിയിൽ ചന്ദ്രൻ്റെ രൂപീകരണത്തെ പറ്റിയും ഭൂമിയിലെ ജലത്തിൻ്റെ ഉത്ഭവത്തെ പറ്റിയും ഒക്കെ ചില അറിവുകളിലേക്ക് വെളിച്ചം വീഴ്ചുന്ന ഒരു സ്റ്റഡിയാണ് ഇത് പബ്ലിഷ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും, നമ്മുടെ ആദ്യകാലം നമ്മുടെ വളരെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഭൂമിയും മറ്റൊരു പ്രോട്ടോ പ്ലാനറ്റ് ആയിട്ടുള്ള തിയ എന്ന് പറയുന്ന ഒരു പ്രോട്ടോ പ്ലാനറ്റും തമ്മിൽ കൂട്ടിയിടിക്കുകയുണ്ടായി എന്നതിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ കൂട്ടിയിടിച്ചുണ്ടായ ഈ തിയയുടെ ഒരു പാർട്ടാണ് മൂണായി മാറിയെന്ന് പറയുന്ന ചില തിയറീസ് ഉണ്ട്. ആ തിയറി റോങ് ആണെന്ന് പറയുന്ന രീതിയിലുള്ള സ്റ്റഡിയാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റഡിയിൽ പറയുന്നത് ഈ കൂട്ടിയിടി ഉണ്ടായ സമയത്ത് ഭൂമിയുടെ ആവരണം ഉണ്ടല്ലോ, പുറത്തുള്ള പുറംചിട്ട, നമ്മുടെ ക്രസ്റ്റ് എന്ന് പറയുന്ന ആ ക്രസ്റ്റിൽ നിന്ന് പുറന്തള്ളപ്പെട്ട വസ്തുക്കൾ ചേർന്നിട്ടാണ് ചന്ദ്രൻ ഉണ്ടായെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഐസോട്രോപിക് സിമിലാരിറ്റിയാണ് അവർ സ്റ്റഡി നടത്തിയത്. അതായത് ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്ന് കൊണ്ടുവന്ന സാമ്പിൾസും ഭൂമിയിലുള്ള ചില ക്രസ്റ്റിലുള്ള സാമ്പിൾസും തമ്മിലുള്ള ഐസോട്രോപിക് സ്റ്റഡി നടത്തിയിട്ടാണ് അവർ ഇത്തരത്തിലുള്ള ഒരു കൺക്ലൂഷനിൽ എത്തിയേക്കുന്നത്. മാത്രമല്ല പല തരത്തിലുള്ള ഇമ്പാക്റ്റുകളിലൂടെ ഭൂമി ഉണ്ടായി തുടങ്ങിയ കാലഘട്ടത്തിൽ തന്നെ ഭൂമിയിൽ ജലം എങ്ങനെയോ എത്തിയിരുന്നു എന്ന് കാണിക്കുന്ന രീതിയിലുള്ള എവിഡൻസസ് ആണ് ഈ ഐസോട്രോപിക് സ്റ്റഡി പറയുന്നതെന്നുമാണ് ഈ ജേർണൽസിലുള്ള റിസർച്ചേഴ്സ് എടുത്ത് പറയുന്നത്. ഈ സ്റ്റഡി നടത്തിയേക്കുന്നത് ജർമ്മനിയിലുള്ള ഗോട്ടിംഗൻ സർവകലാശാലയിലെയും അതോടൊപ്പം തന്നെ മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോർ സോളാർ സിസ്റ്റം റിസർച്ച് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനിലെ റിസർച്ചേഴ്സ് ചേർന്നിട്ടാണ് ഈ സ്റ്റഡി പബ്ലിഷ് ചെയ്തേക്കുന്നത്. ഈ സ്റ്റഡി പബ്ലിഷ് ആയതേക്കുന്നത് ഈ കാണിച്ചിരിക്കുന്ന നാഷണൽ അക്കാഡമി ഓഫ് സയൻസിന്റെ PNAS എന്ന് പറയുന്ന അതിന്റെ പ്രൊസീഡിംഗിലാണ് ഇത് സ്റ്റഡി പബ്ലിഷ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ സ്റ്റഡിക്കായിട്ട് ചന്ദ്രനിൽ നിന്നുള്ള 14 സാമ്പിൾസിൽ നിന്നുള്ള ഓക്സിജൻ ഐസോട്ടോപ്പുകളെയും അതോടൊപ്പം തന്നെ ഭൂമിയുടെ ക്രസ്റ്റിൽ നിന്നുള്ള വിവിധ ധാതുക്കൾ, ഏകദേശം 191 ധാതുക്കളുമായിട്ടുള്ള കമ്പാരിസൺ സ്റ്റഡിയാണ് അവർ ചെയ്തേക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഐസോട്ടോപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ ന്യൂക്ലിയസിലെ ഭാരത്തിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. വിവിധ തരത്തിലുള്ള ഐസോട്ടോപ്പ്, ഒരു മൂലകത്തിന്റെ തന്നെ വിവിധ തരത്തിലുള്ള ഐസോട്ടോപ്പുകൾക്ക് അതിന്റെ ന്യൂക്ലിയസിന്റെ ഭാരത്തിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അത്തരത്തിലുള്ള ന്യൂക്ലിയസിനെയാണ് അവർ അനലൈസ് ചെയ്തത്. അപ്പോൾ ഈ സ്റ്റഡിക്ക് വേണ്ടി ലേസർ ഫ്ലൂറിനേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ് അവർ ഉപയോഗിച്ചത്. ഇത്തരത്തിൽ ഈ ടെക്നിക്ക് ഉപയോഗിച്ച് ഓക്സിജൻ 17 എന്ന് പറയുന്ന O17 എന്ന് പറയുന്ന ഐസോട്ടോപ്പിനെയാണ് അവർ ഈ സ്റ്റഡിക്ക് വേണ്ടി അവർ ഉപയോഗിച്ചത്. അവർ മനസ്സിലാക്കിയത് ഈ സാമ്പിളുകൾ നോക്കിയപ്പോൾ ഭൂമിയിൽ നിന്നും ചന്ദ്രനിൽ നിന്നും എടുത്ത സാമ്പിളുകൾ തമ്മിൽ വളരെയധികം സാമ്യം കാണിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അതിന്റെ അർത്ഥം തന്നെ ചന്ദ്രന്റെ ഒറിജിൻ ഭൂമിയിൽ നിന്നാണ്, അതായത് ഭൂമിയുടെ ക്രസ്റ്റിൽ നിന്നാണെന്ന രീതിയിലാണ് ഇവര് ഇതിലൂടെ എടുത്തു പറയുന്നത്. ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഐസോട്രോപിക് സാമ്യം കോസ്മോ കെമിസ്ട്രി എന്ന് പറയുന്ന ശാസ്ത്രശാഖയിൽ വളരെ ഡിബേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഐസോട്രോപ്പ് ക്രൈസിസ് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ ഇത് പറയുന്നത്. എന്തുകൊണ്ടാണ് ഭൂമിയുടെയും ചന്ദ്രനിലെയും ഐസോട്രോപ്പുകൾ തമ്മിലുള്ള സാമ്യം എന്തുകൊണ്ടാണെന്നുള്ളത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ സ്റ്റഡി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അവർ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പ്രോട്ടോ പ്ലാനറ്റ് ആയിട്ടുള്ള തിയ വന്ന് ഇടിച്ച സമയത്ത് ഭൂമിയുടെ ക്രസ്റ്റിൽ നിന്ന് കുറെ ഭാഗങ്ങൾ ഇളകി മാറുകയും അത് പിന്നീട് ജോയിൻ ചെയ്ത് ഭൂമിക്ക് ചുറ്റും കറങ്ങുകയാണ്. അങ്ങനെയാണ് ചന്ദ്രൻ രൂപം കൊണ്ടെന്നുള്ള രീതിയിലാണ് ഈ സ്റ്റഡിയിലുള്ള റിസർച്ചേഴ്സ് എടുത്തു പറയുന്നത്. മാത്രമല്ല നമ്മുടെ ഭൂമിയിലേക്ക് ജലം എങ്ങനെ എത്തി എന്ന് പറയുന്ന പല തിയറീസും ഉണ്ട്. അപ്പോൾ സാധാരണ ഉള്ള ഒരു തിയറി എന്ന് പറഞ്ഞാൽ ലേറ്റ് വെനിയർ ഇവന്റ് എന്ന് പറയുന്ന ഒരു ധൂമകേതുക്കളൊക്കെ വന്ന് ഇടിച്ചിട്ടുള്ള, അതായത് ഭൂമിയുടെ കോർ രൂപീകരിച്ചതിന് ശേഷം രൂപപ്പെട്ടതിന് ശേഷം ഉണ്ടായ ഇവന്റുകളാണ്, അതായത് ഇത്തരത്തിൽ വന്ന് ഇടിക്കുന്ന ഇവന്റുകളാണ് ലേറ്റ് വെനിയർ ഇവന്റ് എന്ന് പറയുന്നത്. ആ സമയത്താണ് വെള്ളം എത്തിയെന്നാണ് പറയുന്നത്. അതായത് ആ സമയം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ രൂപപ്പെട്ടതിന് ശേഷമുള്ള സമയമാണ്. അത് ഒരുപക്ഷെ തെറ്റായിരിക്കുമെന്നാണ് റിസർച്ചേഴ്സ് എടുത്ത് പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ രണ്ടിന്റെയും ഓക്സിജൻ ഐസോട്ടോപ്പുകൾ തമ്മിൽ വളരെയധികം സാമ്യത ഉള്ളത് കൊണ്ട് തന്നെയാണ് ചന്ദ്രൻ രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ ഭൂമിയിൽ വെള്ളം എത്തിയിരിക്കാം എന്നുള്ള രീതിയിലാണ് ഇത് പറയുന്നത്. മാത്രമല്ല ഈ റിസർച്ചേഴ്സിന് പറയുന്നത് ഒരു തരത്തിലുള്ള ക്ലാസ് ഓഫ് മെറ്റീരിയലൈറ്റ്സ് ഉണ്ട്, ഒരു തരത്തിലുള്ള ധൂമകേതുക്കളുടെ ഒരു ക്ലാസ് ഉണ്ട്. അതിന് എൻസ്റ്ററ്റൈറ്റ് കോൺട്രൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിൽ പെടുന്ന ധൂമകേതുക്കളായിരിക്കാം ഒരുപക്ഷെ ഭൂമിയിൽ വെള്ളം എത്തിച്ചിരിക്കുന്നുള്ള രീതിയിലാണ് റിസർച്ചേഴ്സ് പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഈ ഐസോട്രോപിക് സിമിലാരിറ്റി ഞാൻ ഈ പറഞ്ഞ ഈ ക്ലാസ് ഓഫ് ധൂമകേതുക്കളുണ്ട്, എൻസ്റ്ററ്റൈറ്റ് കോൺട്രൈറ്റ്സ് എന്ന് പറയുന്ന ധൂമകേതുക്കളുമായിട്ട് വളരെയധികം സാമ്യമുണ്ടെന്നും ഒരുപക്ഷെ ചന്ദ്രൻ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ഭൂമിയിൽ വെള്ളം എത്തിയിരിക്കാം, ഇത്തരത്തിലുള്ള ധൂമകേതുക്കളിലൂടെ എത്തിയിരിക്കാം എന്നൊക്കെയാണ് റിസർച്ചേഴ്സ് എടുത്തു പറയുന്നത്. ഈ സ്റ്റഡി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഒരുപക്ഷെ ചന്ദ്രന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള ഡിബേറ്റുകളിലേക്ക് കൂടുതൽ ഇൻഫർമേഷൻ നൽകുന്ന ഒരു സ്റ്റഡിയാണിത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റഡി ആയതുകൊണ്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് കരുതിയത്. ഇത്തരത്തിലുള്ള സ്റ്റഡികൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലിലുള്ള മറ്റു വീഡിയോകൾ നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അവസരത്തിൽ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാം. അതുവരെ നന്ദി, നമസ്കാരം.